ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ചായക്കൊപ്പൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു ബജീൻ്റെ റെസിപ്പിയാണിത്, വഴുതനങ്ങ ബജി. അപ്പോൾ നമുക്ക് വഴുതനങ്ങ ബജി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. വഴുതനങ്ങ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആയിട്ടൊരു ബാറ്ററാണ് റെഡിയാക്കി എടുക്കുന്നത്. ആ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ ഞാനിതാ ഒരു കപ്പ് കടലപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഇനി കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വഴുതനങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയാണിത്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഫസ്റ്റ് ബാച്ച് ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഇനി ഇതേപോലെ തന്നെ അടുത്ത ബാച്ച് വഴുതനങ്ങ കൂടി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം.